ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റും ഒന്നിച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും അതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കുക. ഗിവൺ ബിലോ ആർ ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് കൊച്ചിൻ ക്ലബ് സ്പോർട്സ് ക്ലബ് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2024 and additional information. Prepare income and expenditure account for the year ending 31st March and the balance sheet as on same date. ഓക്കെ, എന്നിട്ട് റെസിപ്റ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യം ബാലൻസ് പ്രോഡോണ് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ പറയാറുണ്ട് ബാലൻസ് പ്രോഡോണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ പോകേണ്ട സാധനമാണ് ക്യാപിറ്റൽ ഫണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ സബ്സ്ക്രിപ്ഷൻ ഈ വർഷം കിട്ടിയത് ആണ് പറയുന്നത്. കഴിഞ്ഞ വർഷത്തേക്കുള്ള ഒരു 1200 രൂപ കിട്ടിയിട്ടുണ്ട്. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ബിഗിനിങ്ങിൽ വരുന്നേക്ക് കിട്ടിയതാണ്. ഈ വർഷത്തേക്ക് കിട്ടിയത്, അടുത്ത വർഷത്തേക്ക് അഡ്വാൻസ് കിട്ടിയത്, ടോട്ടൽ ഇത്രയും എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്, സെയിൽ ഓഫ് ഫർണിച്ചർ വന്നിട്ടുണ്ട്, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ക്ലബ് സ്പെസിഫിക് ഡൊണേഷൻ ആണ് മനസ്സിലാക്കി. സ്പെസിഫിക് ഡൊണേഷൻ. ഓക്കെ, പർച്ചേസ് ഓഫ് ബോൾ ഉണ്ട്, ടൂർണമെന്റ് ഫീ ഉണ്ട്, അഫിലിയേഷൻ ഫീ ഉണ്ട്, റെന്റ്, റിഫ്രഷ്മെന്റ്, ട്രാവലിംഗ് എക്സ്പെൻസ്, ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, സാലറി, മിസ്ലേനിയസ്, ബാലൻസ് ക്യാരിഡ് ഔട്ട്. ഇത് നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് ബാങ്ക്, അതിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി അഡീഷണൽ ഇൻഫർമേഷൻസ് എന്തൊക്കെയാ നോക്കാം. ഈ അഡീഷണൽ ഇൻഫർമേഷനും കൂടെ ക്ലിയർ ആവുന്നതോടുകൂടെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അഡീഷണലി പറയുന്നത് കറന്റ് ഇയർ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് 1920 രൂപ, അതായത് 19-20 എന്ത് ചെയ്യാനുണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിട്ടുണ്ട്, ബട്ട് നോട്ട് റിസീവ്ഡ്. അതായത് ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ അക്രൂഡ്, രണ്ടു പറയുമ്പോൾ തന്നെ ഇൻകത്തിന്റെ കൂടെ നോർമലി അക്രൂഡ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാം. ബുക്ക് വാല്യൂ ഓഫ് ഫർണിച്ചർ സോൾഡ് 1680. ഓക്കെ, ഫർണിച്ചറിന്റെ ബുക്ക് വാല്യൂ 1680 ആണ്. റെന്റ് ഓഫ് ദ പ്ലേ ഗ്രൗണ്ട് 720. സാലറി 600 ഫോർ കറന്റ് ഇയർ വാസ് ഔട്ട്സ്റ്റാൻഡിംഗ്. അതായത് റെന്റ് 720, അതുപോലെ സാലറി 600 ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. റെന്റ് ഓഫ് പ്ലേ ഗ്രൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 22-23 ഹാസ് ബീൻ പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ആണ് ഈ വർഷം കൊടുത്തിട്ടുള്ളത്. ഈ വർഷത്തെ മുഴുവൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ മുഴുവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ 720 വന്നാൽ മതി. ദർ വാസ് സ്റ്റോക്ക് എന്താണ് വിത്ത് ക്ലബ് 480 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട് 31st March 2024. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. നിങ്ങൾ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നത് ഏതൊക്കെയാന്നുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഇൻട്രസ്റ്റിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, സെയിൽ ഓഫ് ഫർണിച്ചർ ഉണ്ട്, പിന്നെ റെന്റ് ഓഫ് പ്ലേ ഗ്രൗണ്ട്, അതുപോലെ തന്നെ സാലറി ഉണ്ട്, പിന്നെ പർച്ചേസ് ഓഫ് ബോൾ. ഇത്രയും കാര്യങ്ങളാണ് അഡ്ജസ്റ്റ്മെന്റുകളിൽ വരുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഐറ്റംസ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ റെസിപ്റ്റ് സൈഡിൽ നിന്ന് ഓരോ ഐറ്റംസ് എടുക്കുക, അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് അനുസരിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്തു തുടങ്ങാം. ആദ്യം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്. ഈ വർഷം ടോട്ടലി നമുക്ക് കിട്ടിയത് 29,520 ആണ്. ഓക്കെ, അതില് അറ്റ് ദ എൻഡിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ വർഷത്തേക്ക് ഇൻകത്തിൽ വരേണ്ടതാണ്, അത് ആഡ് ചെയ്തു. കഴിഞ്ഞ വർഷത്തേത് ബിഗിനിങ്ങിലുള്ള എമൗണ്ട് കുറച്ചു, അടുത്ത വർഷത്തേക്ക് അഡ്വാൻസ് കിട്ടിയതും കുറച്ചു. അങ്ങനെയാണ് ലാസ്റ്റ് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിയത്. ഇത് നല്ലപോലെ ശ്രദ്ധിക്കാം. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ 23-24 വന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിലേക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് മാത്രം കൂട്ടിയാലും ഇതേ ഫിഗർ തന്നെ കിട്ടും. ഓക്കെ, 23-24 നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണോ എമൗണ്ട് തന്നത്, സബ്സ്ക്രിപ്ഷന്റെ 3 സംഖ്യകൾ തന്നിട്ടില്ലേ, അതിൽ 23-24 സംഖ്യയിലേക്ക് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ആഡ് ചെയ്താലും ഈ സംഖ്യ തന്നെ കിട്ടും. രണ്ട് കാൽക്കുലേഷനും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. ഇൻട്രസ്റ്റിന് അക്രൂഡ് ഇൻകം ഉണ്ട്, കിട്ടാനുള്ളതുണ്ട്, അതും കൂടെ കൂട്ടുമ്പോഴാണ് ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ആയി മാറുന്നത്. പിന്നീടുള്ള ഐറ്റംസുകൾ കഴിഞ്ഞു. ഇനി ബോൾ പർച്ചേസ്ഡ്. ബോള് 9,600 പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ബോളിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചിട്ടുള്ളത് ഇത്രയും എമൗണ്ടേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇവിടെ അടുത്ത വർഷത്തേക്ക് എടുത്തു വെച്ചിട്ടുള്ളൂ. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ പോകണം. അത് നല്ലപോലെ ശ്രദ്ധിക്കുക. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ പോകണം.
ഓക്കെ, ഇങ്ങനെ എല്ലാം കണക്ട് ചെയ്ത് മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ബാലൻസ് ഷീറ്റ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ടൂർണമെന്റ് ഫീ എന്താണ്? എക്സ്പെൻസ് പേയ്മെന്റ് കൊടുത്തതാണ്, അതുകൊണ്ട് ടൂർണമെന്റിന് വേണ്ടി നമ്മൾ പേയ്മെന്റ് സൈഡിലല്ലേ വരുന്നത്, അതുകൊണ്ട് പേയ്മെന്റ്. ഓക്കെ, ഇനി അഫിലിയേഷൻ ഫീ ഉണ്ട്, അതുപോലെ തന്നെ റെന്റ് ഓഫ് പ്ലേ ഗ്രൗണ്ട് നമ്മളെ എക്സ്പെൻസ് ആണ്. പിന്നെ റിഫ്രഷ്മെന്റ്, ദെൻ ട്രാവലിംഗ് എക്സ്പെൻസ്, സാലറിക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്തിട്ട് എമൗണ്ട് കിട്ടും. മിസ്ലേനിയസ് എക്സ്പെൻസ്, അതുപോലെ തന്നെ ലോസ് ഓഫ് സെയിൽ ഓഫ് ഫർണിച്ചർ, ഇത് നല്ലപോലെ ശ്രദ്ധിക്കുക. ഫർണിച്ചറിന്റെ ബുക്ക് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫർണിച്ചറിന്റെ ബുക്ക് വാല്യൂ, ഇത്രയും വാല്യൂന്റെ ഒരു അസറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഉദാഹരണത്തിന് ഞാൻ മറ്റൊരു കേസ് പറയാം. ഒരു ഫർണിച്ചർ, ഈ ഫർണിച്ചറിന്റെ ബുക്ക് വാല്യൂ 2000 രൂപയാണ്. ബുക്ക് വാല്യൂ 2000 രൂപയാണ്. സെയിൽ ചെയ്തത് എത്ര രൂപക്കാണ്? 1500 രൂപക്കാണ് എഴുതുന്നത്. അപ്പൊ ബുക്ക് വാല്യൂ 2000, 1500 വിറ്റിട്ടുള്ളൂ. അപ്പൊ നമ്മളെ നഷ്ടം എത്രയാണ്? 500 രൂപ. ഈ 500 രൂപ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചർ സൈറ്റിൽ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ, ഈ 2000 1500 അല്ല ഇതുണ്ട്, അത് നമ്മൾ ഫിക്സഡ് അസറ്റിൽ നിന്ന് കുറക്കുക വേണ്ടത്. നമുക്കിത് വിറ്റപ്പോ എത്ര ലോസ് വന്നത്, ആ ലോസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അത് നല്ലപോലെ മനസ്സിലാക്കി. ഇനി നേരെ മറിച്ച് നമ്മൾ സെയിൽ ചെയ്തത് 2000 രൂപയുടെ ബുക്ക് വാല്യൂ ഉള്ള ഈ ഒരു ഐറ്റം നമ്മൾ സെയിൽ ചെയ്ത് 2200 കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട് 200 രൂപ. അത് നമ്മൾ ഇൻകം സൈഡിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? കൊടുക്കുന്നത്. അത് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. ബുക്ക് വാല്യൂ 1650 ആണ്, വിറ്റത് 1200 ആണ്, ബാലൻസ് ലോസ് ആണ് 480 രൂപ നമുക്ക് ലോസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. ടോട്ടൽ ചെയ്യുമ്പോൾ 29,580 ആണ് ക്രെഡിറ്റ് സൈഡില്. ഡെബിറ്റ് സൈഡിൽ സ്വാഭാവികമായിട്ട് എത്ര എമൗണ്ട് ഇല്ല, അപ്പം ബാലൻസ് 29,000 ഇത്രയും എല്ലാ എമൗണ്ടുകളും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗർ സർപ്ലസ് ആണ്. അത് 10,740 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓപ്പണിംഗ് എന്ത് വേണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വേണം. എന്തിനാണ്? ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല. നേരെ മറിച്ച് ക്വസ്റ്റ്യനിലെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ട് നൽകുക. ചില സമയത്ത് ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കാണാൻ പറ്റും, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടാവും. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നിന്ന് ഡാറ്റ എടുത്ത് എന്ത് ചെയ്താൽ മതി. ഇവിടെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഇല്ല, അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ ഉണ്ടാക്കണം. ക്യാപിറ്റൽ ഫണ്ട് തരാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഐറ്റംസ് എടുക്കുക. എന്തൊക്കെയാണ് വരുന്നത്? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, ബിഗിനിങ്ങിലുള്ള സബ്സ്ക്രിപ്ഷൻ എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ വരേണ്ടതാണ്, കിട്ടാനുള്ളതല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? വരണം. അസറ്റ് ആണ്, കിട്ടിയിട്ടില്ലല്ലോ. ദെൻ ക്യാഷ്, ഓപ്പണിംഗ് ബാലൻസ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് നോക്കിയാൽ മതി. ദെൻ അടുത്ത ഫർണിച്ചർ മനസ്സിലാക്കുക. ഇത് ഏറ്റവും പോയിന്റ്. എന്താണ്? ബുക്ക് വാല്യൂ 1680 രൂപയുള്ള ഫർണിച്ചർ വിറ്റു 1200 എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഓപ്പണിംഗ് ഫർണിച്ചർ എത്ര ഉണ്ട്? 1680 ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അതുകൊണ്ടല്ലേ അത് വിൽക്കാൻ പറ്റിയത്. ദെൻ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് 600 രൂപ കിട്ടാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ മനസ്സിലായി? ഈ വർഷത്തെ റെന്റ് 720 രൂപയാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ റെന്റാണ് ഈ വർഷം നമുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ വർഷത്തെ റെന്റ് എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ചെയ്ത സമയത്ത് ശ്രദ്ധിക്കാം, അവിടെ നമ്മൾ 720 ഡയറക്റ്റ് ചെയ്താൽ കാരണം അഡ്ജസ്റ്റ്മെന്റ് ഒന്നും എടുക്കാതിരിക്കാൻ കാരണം ഈ വർഷത്തെ എക്സ്പെൻസ് മുഴുവൻ നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പിന്നെന്താ? ഈ വർഷത്തെ മാത്രം എടുത്താൽ മതി. പിന്നെ നേരെ മറിച്ച് എന്ത് ചെയ്യണ്ട? നേരെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. റെന്റ് പെയ്ഡ് എത്ര? റെന്റ് പെയ്ഡ് 600, ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് എൻഡ് ആഡ് ചെയ്യുക 700, ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ബിഗിനിങ് എത്ര? ഈ 600 ആണ്, അത് വീണ്ടും 600 കുറച്ചിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് 700 എഴുതേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ബോധമുള്ളവൻ എന്ത് ചെയ്താൽ മതി? ഈ റെന്റ് ഇതാണ് ഈ വർഷത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ സബ്സ്ക്രിപ്ഷന് നേരത്തെ പറഞ്ഞല്ലോ ഈ രീതിയിൽ ചെയ്യാന്ന്, അതേപോലെയുള്ള ഒരു സംവിധാനം തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നോക്കാം, നമ്മൾ ടോട്ടൽ ചെയ്യുക. അപ്പൊ നമുക്ക് ബാലൻസിംഗ് ഫിഗർ ക്യാപിറ്റൽ ഫണ്ട് ആയിട്ട് കിട്ടും. അതെങ്ങനെ കിട്ടി? ഈ ടോട്ടൽ എമൗണ്ട് നിന്ന് ഈ 600 രൂപ കുറച്ചു, അപ്പൊ കിട്ടിയതാണ് ബാലൻസിംഗ് ഫിഗർ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഏത് സൈഡില്? ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, അതാണ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇത് കിട്ടാനുള്ളത് 60 രൂപ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു, അപ്പൊ നമുക്ക് അസറ്റ് അല്ലേ. ഓക്കെ, പിന്നെ ഗോൾഡ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, ഇനി കിട്ടാനുള്ളത്, ഇത് നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് അല്ലേ ഈ വർഷത്തിന്റെ എൻഡിലുള്ളത്. അങ്ങനെ പിന്നെ സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ഉണ്ട്, അഡ്വാൻസ് ലയബിലിറ്റി ആണ്.
അപ്പൊ റെന്റും കിട്ടാനുണ്ട് 720 രൂപ കൊടുക്കാനുണ്ട്. ഓക്കെ, സബ്സ്ക്രിപ്ഷന് അഡ്വാൻസ് ആയി കൊടുത്തതും റെന്റ് നമുക്ക് കൊടുക്കാനുള്ളതുമാണ്. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് കൊണ്ട് ക്വസ്റ്റ്യൻ ഇത്രയും ഡാറ്റ. ഡൊണേഷൻ ഫോർ ക്ലബ്ബ് ഇത് നല്ലപോലെ ശ്രദ്ധിക്കുക. ഡൊണേഷൻ ഫോർ ക്ലബ്ബ് റെസിപ്റ്റന്റ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ കണ്ടതാണ്. അത് സ്പെസിഫിക് ഡൊണേഷൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് പറഞ്ഞത് സ്പെസിഫിക് ഡൊണേഷൻ ആണെന്നുണ്ടെങ്കിൽ അതവിടെ പോകണം, ബാലൻസ് ഷീറ്റ് പോകണം. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഐറ്റം നോക്കുക. അടുത്ത ഐറ്റം എന്താണ്? ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തി. ക്യാപിറ്റൽ ഫണ്ട് ഇതിലേക്ക് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ക്യാപിറ്റൽ ഫണ്ടിലേക്ക് സർപ്ലസ് എമൗണ്ട് കൊടുക്കുക. ക്യാപിറ്റൽ ഫണ്ട് എങ്ങനെ കിട്ടിയേ? ക്യാപിറ്റൽ ഫണ്ട് കഴിഞ്ഞ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്തു, ആ ബാലൻസ് ഷീറ്റ് നൽകി. ഓക്കെ, ഇനി സർപ്ലസ് ആഡ് ചെയ്തു. ഇനി നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രണ്ടും എന്താണ്? ഈക്വൽ ആയിട്ട് ക്ലോസ് ആയി പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ. നല്ലപോലെ ഓരോ ക്വസ്റ്റ്യനും വർക്ക്ഔട്ട് ചെയ്യുക, എന്നിട്ട് ആൻസേഴ്സ് കണ്ടെത്തുക. ഓക്കെ.